بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول رب العالمين وعلى آله وصحابه وهم أئمة العالمين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. ما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമരായ അനുയായികളായി കുടുംബസമേതം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന രൂപത്തിൽ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ സകല സന്ദർഭങ്ങളിലും സകല സമയങ്ങളിലും നിരന്തരം ശ്രമിക്കുകയും ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ പ്രിയപ്പെട്ടവരെ. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അറിവില്ലായ്മകളും നിലനിൽക്കുന്ന ഒരു മതവിശ്വാസികളുടെ കൂട്ടമാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. പലതരത്തിലും ശരിയാണെന്ന് തോന്നുന്ന ഒരു സംഭവം. ഇപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, പിന്നെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയാചരിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പം എൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും പാടില്ല എന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അപ്പുറത്തെ ശബ്ദം ഒരു അന്യപുരുഷൻ്റെതാവാം. വീട്ടിൽ ജോലിക്ക് വരുന്ന അന്യമതസ്ഥരായ സ്ത്രീകളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ മറ്റു പുരുഷന്മാരെ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെയാണ് അംഗീകരിക്കേണ്ടതും ആരെയാണ് അനുകരിക്കേണ്ടതും ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് 3 കാര്യങ്ങൾ മാത്രമാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ 4 മാസവും 10 ദിവസവും ആചരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേ മിമ്പറിൽ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഈ വിഷയം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ആ 3 കാര്യങ്ങൾ അമാരി മൗലവി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ: 1, അവർ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. 2, അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. 3, അവർ അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഇത് 3 പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ പറയും, അല്ലെങ്കിലും പ്രായപൂർത്തിയായ സ്ത്രീകൾ പരസ്യമായ അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ഇവരൊക്കെ പറഞ്ഞു. അത് പ്രായപൂർത്തിയായ ഒരാൾ ഒരു കാലത്തും പാടില്ല. സ്ത്രീകൾ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് അവർക്ക് നിഷിദ്ധമായിട്ടുള്ളത്. 3-മതൊരു കാര്യമുള്ളത്, ഈ 4 മാസവും 10 ദിവസവും നീളുന്ന കാലയളവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല എന്നാണ്. ഇതല്ലാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനോ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പോകുന്നതിനോ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിനോ പറമ്പിലിറങ്ങി നടക്കുന്നതിനോ ഒന്നും ഇസ്ലാം എവിടെയും യാതൊരു തരത്തിലുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. മനുഷ്യരെ അപമാനിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 2 വചനങ്ങൾ: 1, അദ്ദീനു അന്നസ്വീഹ, എല്ലാവർക്കും ഗുണം വരണം എന്നതാണ് മതത്തിന്റെ അടിസ്ഥാന പോളിസി. 2, ഇന്നദ്ദീന യുസ്ർ, ഇതെല്ലാവർക്കും ആചരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനെ പ്രയാസപ്പെടുത്തിയാൽ, കഠിനമാക്കാൻ ആര് ശ്രമിച്ചാലും അവർ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളൊന്ന് ആഴത്തിൽ പഠിച്ചു വെക്കുക കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആരാൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ നടക്കും, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും നടക്കൂല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് എങ്കിൽ നമുക്കൊരിക്കലും ഈ നമസ്കാരം മറ്റു കാര്യങ്ങളിലെ സുന്നത്തുകൾ പറയുകയും അത് നടപ്പിലാക്കുകയും അല്ലാതെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് ഇസ്ലാം തെളിയിച്ച മാർഗങ്ങളെ പിന്തുടരുവാനോ പഠിക്കുവാനോ അത് അംഗീകരിക്കുവാനോ കഴിയാത്തവരായി നമ്മൾ മാറിപ്പോകും. ഇസ്ലാമിൻ്റെതല്ലാത്ത ഒരു അബദ്ധധാരണ കൊണ്ട് മുസ്ലിം സൊസൈറ്റിയെ തന്നെ മറ്റുള്ളവർ അപവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ
പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളിൽ നിന്നും സ്വഭാവപരവും വിശ്വാസപരവുമായ ആരാധനാപരവുമായ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. നന്മയുടെ വഴിയിൽ ഹലാലുകൾ കൊണ്ട് മാത്രം മതിയാക്കി ഹറാമുകളോട് എക്കാലത്തേക്കുമായി എന്നേക്കുമായി സലാം പറഞ്ഞ് അവയെ അകറ്റി നിർത്തി അതുകൊണ്ടുള്ള വരുമാനവും വേണ്ട, അതുകൊണ്ടുള്ള താൽക്കാലികമായ സുഖവും വേണ്ട എന്ന് തീരുമാനിച്ച മുൻഗാമികളായ സ്വഹാബത്തിന്റെ ജീവിത നിഷ്ഠയും വിശുദ്ധിയും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിച്ച് അവരെ പോലെ ഒരാളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്നും വിശിഷ്യ ലഹരിയുടെ ലോകത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ യുവതയെ, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ റഹ്മാനായ റബ്ബെ രക്ഷപ്പെടുത്തിയെടുക്കണമേ നാഥ. ഈ പൈശാചികതകളിൽ ഒന്നും പെടാതെ നന്മയുടെ തുരുത്തുണ്ടാക്കാൻ, ആ നന്മയുടെ തുരുത്തിനോടൊപ്പം നീങ്ങാൻ, ആ നന്മയുടെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ റഹ്മാനെ. ഈ കേൾക്കുന്ന വിധത്തിലുള്ള ഒരു ദുരിതവും ഒരു ആപത്തും ഒരു അപകടവും ഒരു ദുസ്വഭാവവും ഒരു തരത്തിലുള്ള പ്രയാസവും ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഇല്ലാതെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. എപ്പോഴും നീ ഞങ്ങളെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ബോധത്തോടുകൂടി ചുറ്റുപാടുകളിൽ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് തിരിച്ചറിവുള്ളവരായി മാറാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിന് തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും നിയമങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരവുമാണ് ഏറ്റവും ഉത്തമമായതെന്ന അഭിമാന ബോധത്തോടെയുള്ള തിരിച്ചറിവുള്ളവരായി മാറാൻ ഈ സമുദായത്തിന് തൗഫീഖ് നൽകണമേ റഹ്മാനെ. രോഗവും കഷ്ടപ്പാടുകളും കൊണ്ട് വലിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചെറുതും വലുതുമായ അത്തരം കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാം ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ഞങ്ങളെ ഒരുമിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. اللهم احينا مسلمين وامتنا مسلمين والحقنا بالصالحين. اللهم اجرنا واجر والدينا واهلنا من النار. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نعوذ بك من سيء الأسقام ومن سيء الأخلاق. اللهم إنا نعوذ بك من سيء الأسقام وسيء الأخلاق. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.